കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ചൂടേറിയ ചർച്ചയ്ക്ക് വിഷയമായ ഒരു കാര്യമുണ്ട്. അത് ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചാണ്. എന്താണ് ഗവർണറുടെ അധികാരം എന്ന് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ എത്തി കേരളത്തിൽ. അത്രമാത്രം ഏറ്റുമുട്ടിയിരുന്നു ഗവർണറും സർക്കാരും തമ്മിൽ. വിഷയം ഏറ്റവും പ്രധാനമായി നിയമസഭ പാസാക്കുന്ന ബില്ലിനെ കുറിച്ചാണ്. നിയമസഭ പാസാക്കുന്ന ബില്ല് എത്ര കാലം പിടിച്ചുവെക്കാം ഗവർണർക്ക്? ഇതായിരുന്നു ചോദ്യം. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചു ഏറെക്കാലം. അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് എതിർ വിധിയുണ്ടാകും എന്ന് കണ്ടപ്പോൾ ആ ബില്ലുകൾ അങ്ങനെ തന്നെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു, കൈമാറി. രാഷ്ട്രപതിയും അതിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവെച്ചു. സുപ്രീം കോടതിയിൽ കേസ് വന്നു. തമിഴ്നാടാണ് ആദ്യം കേസ് കൊടുത്തത്. തൊട്ടു പിന്നാലെ കേരളവും സുപ്രീം കോടതിയെ സമീപിച്ചു. രണ്ടംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി വന്നു. അനന്തകാലത്തേക്ക് ബില്ല് പിടിച്ചുവെക്കാൻ കഴിയില്ല. സമയപരിധി നിശ്ചയിച്ചു ഗവർണർക്കും രാഷ്ട്രപതിക്കും. ഇത് പറ്റുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രപതി ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് വിശദീകരണമാണ് ചോദിച്ചത് റഫറൻസിലൂടെ സുപ്രീം കോടതിയോട് രാഷ്ട്രപതി. ഇതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ. വളരെ വ്യക്തമായും സുപ്രീം കോടതി പറഞ്ഞു, അനന്തകാലം ബില്ലുകൾ പിടിച്ചുവെക്കാൻ കഴിയില്ല ഗവർണർക്ക്. ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് ബില്ലിനെ സംബന്ധിച്ച്. പക്ഷെ അത് അനന്തകാലം പിടിച്ചുവെക്കാൻ കഴിയുന്നതല്ല. തീരുമാനം ഉടനെ എടുക്കണം. 3 തീരുമാനം എടുക്കാം. ഒന്നുകിൽ ഒപ്പിടാം, അതല്ലെങ്കിൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. ഈ 3 കാര്യമായി ചെയ്യാൻ കഴിയും. ആ 3 കാര്യത്തിൽ വിവേചനാധികാരമുണ്ട്. അനിശ്ചിത കാലത്തേക്ക് ബില്ല് പിടിച്ചുവെക്കുന്നത് തെറ്റാണ്, അത് പാടില്ല. അങ്ങനെ പിടിച്ചുവെച്ചാൽ അതിൽ കോടതിക്ക് ഇടപെടാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്. എന്ന് വെച്ചാൽ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്, വ്യക്തമായിട്ടുണ്ട് ഒരു പരിധി വരെ. എങ്കിലും സുപ്രീം കോടതിയുടെ ഒരു പരാമർശം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവർണർ വീണ്ടും നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ പിടിച്ചുവെച്ചേക്കാം. പക്ഷെ അപ്പോഴും സുപ്രീം കോടതി തൊട്ടടുത്ത് തന്നെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്, പിടിച്ചുവെക്കാൻ കഴിയില്ല, അനിശ്ചിതകാലത്തേക്ക് തീരുമാനം ഉടൻ എടുക്കണം എന്ന്. അത് എന്ത് തീരുമാനവുമാകാം, തീരുമാനം ഉടൻ എടുക്കേണ്ടതുണ്ട്. എല്ലാ ബില്ലുകളും രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയില്ല. രാഷ്ട്രപതിക്ക് അയക്കേണ്ട ബില്ലുകൾ മാത്രമേ അയക്കാൻ കഴിയൂ. അക്കാര്യം കൃത്യമായി ഭരണഘടനയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗവർണർമാരോട് സുപ്രീം കോടതി പറയുകയാണ്, നിങ്ങൾ ഭരണഘടനയിലേക്ക് നോക്കൂ, ഭരണഘടന വായിക്കൂ, അതനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന്. വിശദമായ ചർച്ച ആവശ്യമുള്ള ബില്ലുകളാണെങ്കിൽ നിയമസഭയിലേക്ക് തിരിച്ചയക്കാം ഗവർണർക്ക്. നിയമസഭ വീണ്ടും ആ ബില്ല് പാസാക്കി അയച്ചാൽ ഒപ്പിട്ടേ മതിയാകൂ ഗവർണർക്ക്. അതുകൊണ്ടാണ് തിരിച്ചയക്കാത്തത്, പിടിച്ചുവെക്കുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് കൈമാറുന്നത്. രാഷ്ട്രപതിക്ക് എല്ലാ ബില്ലുകളും കൈമാറാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിനും വ്യക്തത വരുത്തിയിട്ടുണ്ട് കോടതി. ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവർണറുടെ മുന്നിൽ നിരവധി ബില്ലുകളുണ്ട്, നിയമസഭ പാസാക്കിയ ബില്ലുകൾ. രാഷ്ട്രപതിക്ക് കൈമാറിയിട്ടുണ്ട് നിരവധി ബില്ലുകൾ. 2.5 വർഷക്കാലം പിടിച്ചുവെച്ചു. രാജേന്ദ്ര അർലേക്കർ ഗവർണറായി വരുന്നതിന് മുമ്പ് തന്നെ നിയമസഭ പാസാക്കിയ ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചുവെച്ചത്. അതെല്ലാം വാരിക്കൂട്ടി അവസാനം രാഷ്ട്രപതിക്ക് അയച്ച് തടി തപ്പുകയാണ് രാജേന്ദ്ര അർലേക്കർ ചെയ്തിരിക്കുന്നത്. ഭരണഘടന ഉത്തരവാദിത്വം നിർവഹിക്കാൻ രാജ്ഭവൻ തയ്യാറായില്ല എന്ന് വ്യക്തം. ഇനി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിയമസഭ ബില്ല് പാസാക്കിയാൽ അതിൽ ഉടനടി തീരുമാനമെടുക്കണം. ആ തീരുമാനം 3 ആണ്. അത് കൃത്യമായും ഭരണഘടന പറയുന്നുണ്ട്. അത് സുപ്രീം കോടതി ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ലുകൾ പിടിച്ചുവെച്ച് നിയമസഭയെ നോക്കുകുത്തിയാക്കുന്ന, നിയമസഭയുടെ അധികാരം കവരുന്ന നിലപാട് ഗവർണർ സ്വീകരിക്കരുത് എന്ന് കൃത്യമായും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. അങ്ങനെ വരുമ്പോൾ ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഗവർണറെ താളത്തിന് തുള്ളിക്കുന്ന BJPക്ക് ഏറ്റ തിരിച്ചടി കൂടിയാണ് എന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് സുപ്രീം കോടതി. എന്ന് വെച്ചാൽ ഗവർണർ അല്ല പരമാധികാരി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ് ഒരു സംസ്ഥാനത്തിന്റെ പരമാധികാരി എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഗവർണർ സംസ്ഥാന സർക്കാരിന് മുകളിലുള്ള വ്യക്തിയാണ് എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് BJP. ആ ശ്രമത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണം.
നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കരുത്, അതിൽ ഉടൻ തീരുമാനമെടുക്കണം എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്. അതിൽ വലിയൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ചില സംശയങ്ങൾ കൂടി ഉണ്ട്. ഉത്തരവിൽ ഗവർണറുടെ വിവേചനാധികാരത്തെ കുറിച്ച് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിവേചനാധികാരം എന്താണ് എന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതിൽ പിടിച്ച് രക്ഷപ്പെടാൻ, തങ്ങൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമോ ഗവർണർമാരും BJPയും എന്നേ ഇനി അറിയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ വീണ്ടും സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകും.